പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിന് തൊട്ട് മുമ്പേ ഞാനൊരു ലൈവ് ചെയ്തിരുന്നു. അതെന്തായി തീർന്നത് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. കുറച്ച് നല്ല കാര്യങ്ങൾ അതിൽ പറഞ്ഞിരുന്നു. ആർക്കെങ്കിലും ആ വീഡിയോ ലൈവായിട്ടുള്ളത് കിട്ടുമോ എന്തോ എനിക്കറിയില്ല. കാര്യം ഞാൻ ആദ്യമായിട്ട് ചെയ്തതായ കാരണം അതിൻ്റെ ആ രീതികൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനൊന്ന് ട്രൈ ചെയ്തു എന്ന് മാത്രം. പിന്നെ ഇപ്പോൾ മെയിനായിട്ടും ഞാനിത് വീഡിയോ ചെയ്യാനായിട്ട് വന്നൊരു കാര്യം പറയാനായിരുന്നു. അത് കഴിഞ്ഞ ദിവസം ഞാൻ ആനിക്കാട് സ്കൂളിന് സമീപമുള്ള കുറച്ച് റോഡുകളെക്കുറിച്ച് റോഡിൽ പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ്, റോഡ് മോശമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട PWD മിനിസ്റ്ററെ സല്യൂട്ട് ചെയ്തുകൊണ്ടായിരുന്നു ആ വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ അങ്ങനെ വലിയ മോശം കമൻറ്റുകളോ ഒന്നും വന്നില്ല. അപ്പോൾ 5-6 പേര് ഇതിന് കമൻറ്റ് ചെയ്തിട്ടുള്ളൂ. കൂടുതൽ ഈ 5 പേരും അതെ ശരിയാണ്, സത്യമാണ്, റോഡ് മോശമാണ് എന്ന് പറഞ്ഞു. ഒരാളോ മറ്റോ പറഞ്ഞു റോഡ് മാത്രം പോരാ, വണ്ടിയും കണ്ടീഷനായിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തപ്പോൾ ആളുകൾ റിപ്ലൈ ഞാൻ കൊടുത്തിരുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ വീണ്ടും ഇതിനെക്കുറിച്ച് പറയാനിടവന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാൻ ഈ വീഡിയോ ചെയ്തതിന് ശേഷം ഈ വീഡിയോ കണ്ട ചില ആൾക്കാർ എന്നെ സമീപിക്കുകയുണ്ടായി. അവരുടെ നോട്ടവും ഭാവവും കണ്ടിട്ട് ഇവളാരും ഇതൊക്കെ പറയാൻ, ഇവളങ്ങോട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇതങ്ങോട്ട് ശരിയാകുമോ എന്ന മട്ടിലുള്ള നോട്ടവും ഭാവവും സംസാരവുമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ആരുമല്ല. എനിക്ക് പ്രത്യേകിച്ച് അത്ഭുത സിദ്ധികളോ കഴിവുകളോ ഒന്നുമില്ല. ഒരു സാധാരണ ആയ ഒരു സ്ത്രീയാണ്. ഓക്കെ, എൻ്റെ ചുറ്റിനുമുണ്ടായ ഒരു സംഭവം കാണുന്ന ഒരു കാഴ്ച ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് വെറുപ്പോ അല്ലെങ്കിൽ ഒരു പ്രത്യേക രാഷ്ട്രീയക്കാരോട് കൂറോ ഒന്നും തന്നെയില്ല. അതുപോലെ ഒരു മതത്തിനോടും പ്രത്യേകിച്ച് ആയ്വോ താല്പര്യമോ വെറുപ്പോ ഇല്ല. എൻ്റെ വീട്ടിലേക്ക് റോഡ് വേണമെന്നല്ല ഞാൻ ആവശ്യപ്പെട്ടത്. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയക്കാർക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ റോഡ് വേണമെന്നോ ഏതെങ്കിലും പ്രത്യേക മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് മാത്രം ഉപയോഗിക്കാനായിട്ട് റോഡ് വേണമെന്നോ അല്ല ആവശ്യപ്പെട്ടത്. എല്ലാ പേർക്കും ഉപയോഗിക്കാനായിട്ട് നല്ലൊരു റോഡ് കിട്ടിയാൽ കൊള്ളാം എന്ന രീതിയിലാണ് ഞാൻ ആ മെസ്സേജ്, ആ വീഡിയോ ചെയ്തത്. ഓക്കെ, അതിനെ നെഗറ്റീവായിട്ട് നിങ്ങൾ കാണരുത്. പിന്നെന്താണ് പറയാനുള്ളത്, അങ്ങനെ നല്ലൊരു റോഡ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, നല്ല കാര്യമല്ലേ? അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് വശം മാത്രം കാണുക എന്ന് മാത്രം പറയാനാണ് ഞാൻ വീണ്ടും ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. ആരെയും പേഴ്സണലി ഹേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഞാൻ വലിയ ആളാണ്, ഞാനിങ്ങനെയൊക്കെ അങ്ങ് പറയും എന്ന് പറഞ്ഞ് വരട്ടാനോ ഒന്നുമല്ല. യൂട്യൂബിൽ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അവരുടെ കളിച്ചിരികൾ. അപ്പോൾ നമ്മൾ മുതിർന്നവർക്ക് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം. അത് ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാവട്ടെ. നമ്മുടെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ യൂട്യൂബിൽ അങ്ങനെ നിയന്ത്രണമൊന്നുമില്ല. ചെറുപ്പക്കാർക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ, ഇന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയാൻ പാടുള്ളൂ, അങ്ങനെ നിയന്ത്രണമൊന്നുമില്ല. നല്ല കാര്യങ്ങളൊക്കെ പറയാം. വെറുതെ ഇരിക്കുന്ന സമയത്ത് ആരെയും ദ്രോഹിക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ പറയുക, അത്ര തന്നെ.